എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. MAT102 സെക്കൻഡ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2019 സ്കീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോം ആയിരുന്നു നമ്മുടെ 5ാമത്തെ മൊഡ്യൂളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും പഠിച്ചു. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യാർഹിതമായ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ സോൾവ് ചെയ്തു. നൗ വി ആർ എൻ്ററിങ് ഇൻ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100% പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, അത് ഫൊറിയർ ഇൻറ്റഗ്രൽ ഇവാലുവേഷൻ അല്ല, ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ഒരു ഫംഗ്ഷനെ ഫൊറിയർ ഇൻറ്റഗ്രലിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ ഫൊറിയർ ഇൻറ്റഗ്രലിൻ്റെ സഹായത്തോടു കൂടി ഒരു ഫംഗ്ഷനെ നമ്മൾ അവതരിപ്പിക്കുന്നു. അതാണ് ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർമുല പഠിച്ചു വെച്ചാൽ മതി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും 100% ക്വസ്റ്റ്യൻ ചോദിക്കും. മിക്കവാറും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ് സ്ഥിരം ആവർത്തിച്ച് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. Fourier integral representation of a function f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, f of x is equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. ഇതാണ് ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity a of omega cos omega x പ്ലസ് b of omega sin omega x ഹോൾ d ഒമേഗയാണ്. നമ്മൾ സാധാരണ ഫൊറിയർ ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ മെയിൻ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആയിരുന്നു അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം, മെയിൻ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഓക്കെ, ഇതിനകത്ത് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കണ്ടുപിടിക്കുന്ന സബ് ഇക്വേഷൻസ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവന്മാരെ കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കണം, ഇതിനകത്ത് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ എക്സ് വെച്ചാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫൊറിയർ സൈൻ ഇൻറ്റഗ്രലും ഫൊറിയർ കൊസൈൻ ഇൻറ്റഗ്രലും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതോടുകൂടി ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആവും. ശ്രദ്ധിച്ചിരിക്കുക, അപ്പോൾ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഹോൾ ഡി ഒമേഗ. അതിനകത്ത് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എ ഓഫ് ഒമേഗ ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ട് അതിനെ ഈ ഫൊറിയർ ഇൻറ്റഗ്രലിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും ഈ 2 ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കുന്നു. അത് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല, ഈ ഇൻറ്റഗ്രലിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും നമുക്ക് ഈ ഇൻറ്റഗ്രലിൻ്റെ സഹായത്തോടു കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഈ മെയിൻ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിർത്തിയാൽ മതി. മെയിൻ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എഫ് ഓഫ് എക്സിനെ ഈ ഇൻറ്റഗ്രലിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to 2 if mod x less than 2
ആൻഡ് 0 ഇഫ് mod x greater than 2. സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity a of omega cos omega x പ്ലസ് b of omega sin omega x d omega. ഇതാണ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എ ഓഫ് ഒമേഗ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ 1/π ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ബി ഓഫ് ഒമേഗ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ 1/π ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത്രയും 3 ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയിട്ടാൽ തന്നെ ഒരു മാർക്ക് ഈസി ആയിട്ടും ഇക്വേഷൻ്റെ മാർക്ക് അങ്ങോട്ട് മേടിക്കാം. പിന്നെ ബാക്കി പരിപാടി നോക്കിയാൽ മതി. എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗയും കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. mod x less than 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം -2 less than x less than 2 എന്നാണ്. നമുക്ക് ബേസിക്കലി അറിയാവുന്ന സംഭവമാണ്. അപ്പം നമുക്ക് ഉത്തരമുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് -2 മുതൽ 2 വരെയാണ്. അപ്പോൾ നമുക്ക് എ ഓഫ് ഒമേഗ ഇവാലുവേറ്റ് ചെയ്യാം. എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π. ഉത്തരമുള്ള ലിമിറ്റ് -2 മുതൽ 2 വരെ. ഓക്കെ, -2 മുതൽ 2 വരെയാണ് ഉത്തരമുള്ള ലിമിറ്റ്. ഉള്ള ഉത്തരം 2. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന 2 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. 2/π ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആരാണ്? കോസ് എക്സ്. കോസ് എക്സ് ഇസ് എ വെൽ നോൺ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ എന്ത് വരും? -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവും. എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ കോസ് എക്സ് എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. എപ്പോഴാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ? ഇവിടെ കോസ് എക്സ് എന്നുള്ള ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 2/π ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എന്ന് പറയുമ്പോൾ 0 to 2 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 എന്നുള്ളത് 4 വരും. 4/π കോസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്താണ്? സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഓവർ ദ ലിമിറ്റ് 0 മുതൽ 2 വരെ. കോസ് ഒമേഗ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണെന്ന് പറയാം. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ടുള്ള ഒമേഗ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. ശരിയല്ലേ? ഇനി സോ ദിസ് ഈസ് ഈക്വൽ ടു 4/π ഇൻറ്റു ആൻഡ് എക്സിൻ്റെ പ്ലേസിലോട്ട് അപ്പർ ലിമിറ്റ് സൈൻ 2 ഒമേഗ വരും അല്ലേ, ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് എക്സിൻ്റെ പ്ലേസിലോട്ട് 0 വരുമ്പോൾ സൈൻ 0 0 ആണ്. അപ്പോൾ മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ളത് പൂർണ്ണമായിട്ട് 0 ആയിട്ട് മാറി. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? എ ഓഫ് ഒമേഗ. എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 4/π ഇൻറ്റു സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഉത്തരവില്ല. ഉത്തരമുള്ളത് എവിടെ മുതൽ എവിടെ വരെ? -2 മുതൽ 2 വരെ. ഉള്ള ഉത്തരം എന്താണ്? 2. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന 2 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ 2/π ഇൻ്റഗ്രൽ -2 to 2 സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു. ഇനി നിങ്ങൾ നോക്കിയേ, ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ അല്ല ഓഡ് ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0. സൈൻ എക്സ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓഡ് ഫംഗ്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഉത്തരം നേരിട്ട് 0 ആവത്തില്ലേ? ശരിയല്ലേ? ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിലേ പഠിച്ച. ഇവിടെ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -a to a ഓഡ് ഡി എക്സ്, ആൻസർ 0 ആണ്. അപ്പോൾ 2/π ഇൻറ്റു 0 എന്നുള്ളത് എന്ത് വരും? 0. ക്ലിയർ അല്ലേ? അപ്പോൾ ബി ഓഫ് ഒമേഗ പൂർണ്ണമായിട്ട് 0 ആയിട്ട് മാറി.
എ ഓഫ് ഒമേഗയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ എ ഓഫ് ഒമേഗയുടെയും ബി ഓഫ് ഒമേഗയുടെയും വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷനായി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കൂടെ എഴുതാം. സോ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗയുടെ പ്ലേസിൽ 4/π സൈൻ 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 0ആണ്. അപ്പോൾ ഈ ഒരു ടേം പൂർണ്ണമായിട്ട് 0 ആയിട്ട് മാറി, കാരണം ബി ഓഫ് ഒമേഗ 0ആണ്. ബാക്കി എന്തുണ്ട്? ഡി ഒമേഗ. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. അപ്പോൾ ഒമേഗയുള്ള എല്ലാവരും ഫംഗ്ഷനാണ്. ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ പുറത്ത് നിർത്താം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതുണ്ട് 4/π പുറത്ത് നിർത്താം. 4/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ 2 ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗയാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫൊറിയർ ഇൻറ്റഗ്രൽ representation. So Fourier integral representation of the function f of x is 4/π integral 0 to infinity sin 2 omega by omega into cos omega x d omega. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ Fourier integral representation of f of x equal to 0 if x less than 0, 1/2 if x equal to 0, e raised to minus x if x greater than 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം Fourier integral representation of the function f of x is equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. ഇതാണ് Fourier integral representation of the function f of x എന്ന് പറയുന്നത്. അവിടുന്ന് എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമുക്ക് ലിമിറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലിമിറ്റ് എടുക്കാം അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് 0 ടു ഇൻഫിനിറ്റി. 0 ടു ഇൻഫിനിറ്റിയിൽ നമുക്കൊരു ലിമിറ്റിംഗ് വാല്യൂ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ലിമിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ കണ്ടീഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക അല്ലേ. മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ 0യും 0 ടു ഇൻഫിനിറ്റിയിൽ ഇ റൈസ് ടു മൈനസ് എക്സും ആണ്. ഈക്വൽ ടു 0യിൽ 1/2 എന്നുള്ള വാല്യൂ ഉണ്ട്. അതൊരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. നമുക്ക് ആക്ച്വലി യൂസ് വരുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ മാത്രമാണ്. 0 ടു ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുന്നതിൽ ഉത്തരം 0യും ആണ്. ഓക്കെ, നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഗതിയാണല്ലോ ഇത്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രലും ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് കേസിൽ സമ്മേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇങ്ങനെ പറയുന്ന പർട്ടിക്കുലർ പോയിന്റ്സ് എല്ലാം എടുക്കേണ്ടി വരും. ഇൻ്റഗ്രേഷൻ്റെ സമയത്ത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്കത് എടുക്കേണ്ടി വരത്തില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്നത് പ്രോബബിലിറ്റിക്കകത്താണ്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു അടിത്തറ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ തൽക്കാലം നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ മാത്രം എടുത്താൽ മതി എന്ന് നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0യിലെ നമുക്കൊരു ലിമിറ്റ് പറയാൻ പറ്റുള്ളൂ. 0 ടു ഇൻഫിനിറ്റിയിൽ ഉത്തരം ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. സോ അപ്പോൾ നമുക്ക് എ ഓഫ് ഒമേഗ എന്നുള്ളത് എന്താണ് വരിക? എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ. നമുക്ക് ഉത്തരമുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിലാണ്, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഉത്തരം. ഇ റൈസ് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പം ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഉപയോഗിക്കണം. എന്താണ് ഫോർമുല? അതേപോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് വരുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഉപയോഗിക്കേണ്ടി വരും ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുന്ന സമയത്ത്. അപ്പോൾ രണ്ട് ഇക്വേഷന് നമുക്കിവിടെ യൂസ് വരുന്നുണ്ട്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇതാണ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് എന്ന് പറയുന്നത്. അതേപോലെ
അടുത്ത ഇക്വേഷൻ നമുക്ക് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുമ്പോൾ യൂസ് വരും. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്താണ് ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും തെറ്റാതെ മാറിപ്പോവാതെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. തീർച്ചയായും പരീക്ഷയ്ക്ക് ഇത് യൂസ് വരും. സോ ആദ്യത്തെ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതാണ് നോർമൽ ഇക്വേഷൻ. വേണമെങ്കിൽ 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രം ദ ഫസ്റ്റ് വൺ നമ്മൾ 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. സെക്കൻഡ് വണ്ണിൽ 0 to ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. നമുക്ക് സ്റ്റെപ്പ് മാർക്കിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു എസ്. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് താരതമ്യപ്പെടുത്തുക. എ എന്ന് പറയുന്നത് എന്താണ്? -1. താരതമ്യപ്പെടുത്തുമ്പോൾ എ ഈസ് ഈക്വൽ ടു -1 ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ഒമേഗ. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ. രണ്ട് ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ 2-3 ക്വസ്റ്റ്യനായിട്ട് ഇതേ സംഗതി ചെയ്യുന്നുണ്ട്. ഇ റൈസ് ടു എ എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു -x ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. -1ൻ്റെ സ്ക്വയർ 1, ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു കോസ് ബി ഒമേഗയാണ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ബി എന്ന് പറയുന്ന ഒമേഗയാണ്. ഒമേഗ ഇൻറ്റു സൈൻ ബി എക്സ് എന്ന് പറയുമ്പോൾ ഒമേഗ എക്സ്. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് ഇൻഫിനിറ്റി. അപ്പോൾ ഇ റൈസ് ടു -ഇൻഫിനിറ്റി വരും. നമുക്കറിയാം ഇ റൈസ് ടു -ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ് വരുന്നത്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1 വരും ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ഇൻറ്റു 0 കോസ് 0 1 ആണ് പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ഇൻറ്റു 0 സൈൻ 0 0 വരും. അപ്പോൾ പ്ലസ് 0 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ എന്താണ് വരിക? ഒരു -1 ഇൻറ്റു -1 പ്ലസ് 1 വരും ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് ഇതിൻ്റെ ഉത്തരം. കൂട്ടത്തിലൊരു 1/π ഉണ്ട്. അപ്പോൾ 1/π ഇൻറ്റു 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. 1/π ഇൻറ്റു 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. എ ഓഫ് ഒമേഗ. ഇതേപോലെ തന്നെ സിമിലർലി ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സിൻ്റെ സഹായത്തോടു കൂടി ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. സോ അടുത്ത നമുക്ക് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π. നമുക്ക് ലിമിറ്റിൽ ഉത്തരമുള്ളത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഉള്ള ഉത്തരം ഇ റൈസ് ടു -x ആണ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അവിടെ എ വാല്യൂ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് എ വാല്യൂ -1 വരും. ബി വാല്യൂ എന്നുള്ളത് എന്താണ്? ഇവിടെ സൈനിൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. സൈനിൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ഒമേഗ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/π ഇൻറ്റു ഇ റൈസ് ടു എ എക്സ്. അപ്പോൾ ഇ റൈസ് ടു -x ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്ന -1 സ്ക്വയർ ചെയ്താൽ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ്. എ എന്ന് പറയുന്നത് -1, അതായത് മൈനസ് സൈൻ ബി എന്ന് പറയുന്ന ഒമേഗ എക്സ് മൈനസ് ബി എന്ന് പറയുമ്പോൾ ഒമേഗ കോസ് ബി എക്സ് കോസ് ഒമേഗ എക്സ്. ഓവർ ദ ലിമിറ്റ് 0 മുതൽ ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു -ഇൻഫിനിറ്റി എന്നുള്ളത് 0 വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1 വരും ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ 0 0 വരും മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0 1 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു വേണ്ടേ -1 ഇൻറ്റു മൈനസ് ഒമേഗ എന്നുള്ളത് പ്ലസ് ഒമേഗ വരും അല്ലേ? പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒരു പൈ ഇവിടെ നിൽപ്പുണ്ട്, പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ഒമേഗ ബൈ പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അതാണ് എന്തെന്ന് പറയുന്നത്? ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. ആ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും അതാത് സ്ഥലങ്ങളിലോട്ട് എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് ആവും. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി
എ ഓഫ് ഒമേഗയുടെ പ്ലേസിലോട്ട് ഇതാണ്ട് 1/π ഇൻറ്റു 1/1 + ω² കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗയുടെ പ്ലേസിലോട്ട് ω/π ഇൻറ്റു 1 + ω² ഇൻറ്റു സൈൻ ഒമേഗ എക്സ് അത്രയും ഡി ഒമേഗ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ പലരും ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു മിസ്റ്റേക്ക് കാണിക്കും. ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ കോമൺ ആയിട്ട് കാണുന്നുണ്ടല്ലോ 1/π ഇൻറ്റു 1/1 + ω² ഇങ്ങോട്ട് പുറത്തെടുത്താലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇൻറ്റഗ്രലിനകത്തുനിന്ന് വിത്ത് റെസ്പെക്ട് ടു വേരിയബിളിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഒമേഗ വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒമേഗയിലുള്ള ആൾക്കാരെല്ലാം ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ മേ ബി നമുക്ക് പുറത്തെടുത്ത് നിർത്താമെന്നുണ്ടെങ്കിൽ 1/π മാത്രമേ നമുക്ക് പുറത്തെടുത്ത് നിർത്താൻ പറ്റുള്ളൂ. വേണമെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് എഴുതിയേക്കാം. സോ ദ ഫൈനൽ ആൻസർ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π മാത്രം ഇങ്ങോട്ട് പുറത്തെടുക്കുക. 1/1 + ω² എടുക്കരുത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. നമുക്കറിയാം, ശരിയല്ലേ? അപ്പം ഇൻറ്റഗ്രേഷനകത്തുനിന്ന് ഇൻറ്റഗ്രേറ്റിംഗ് വേരിയബിളിനെ പുറത്തെടുക്കുന്ന പോലെ ആയി പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. 1/π മാത്രം പുറത്തെടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ എക്സ്, ഇവിടെ 1 + ω² സെയിം ഡിനോമിനേറ്റർ, അപ്പോൾ സിംഗിൾ ഫ്രാക്ഷൻ ആക്കിയേക്കാം, പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് എന്ന് പറയുമ്പോൾ ഒമേഗ സൈൻ ഒമേഗ എക്സ്, മൊത്തത്തിൽ ഒരു സിംഗിൾ ഡിനോമിനേറ്റർ ആയിട്ട് എന്ത് ഉപയോഗിക്കാം? 1 + ω² ഉപയോഗിക്കാം. ഓക്കെ, കാരണം ആര് പുറത്ത് വന്നിരുന്നു? നമ്മുടെ പൈ പുറത്ത് വന്നിരുന്നു അല്ലേ? 1/π ഇങ്ങോട്ട് പുറത്ത് വന്നിരുന്നു, ബാക്കി ഡി ഒമേഗ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ്, അതായത് 1 ഇൻറ്റു 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ബൈ 1 + ω². കാരണം രണ്ടിടത്തും ഡിവൈഡഡ് ബൈ 1 + ω² ഉണ്ട്, അതുകൊണ്ട് സിംഗിൾ ഫ്രാക്ഷൻ ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും അത് പുറത്തെടുത്ത് നിർത്തരുത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. പുറത്തെടുക്കുന്നത് 1/π മാത്രം. ഓക്കെ, ദിസ് ഈസ് ദ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമേ നമ്മളോട് അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു ഫർദർ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എഫ് ഓഫ് എക്സിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് ചിന്തിക്കണം. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് പോകേണ്ടതായ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പ്രീവിയസ്ലി യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Express the function f of x equal to 1 for mod x less than 1 and 0 for mod x greater than 1 as a Fourier integral. Hence evaluate integral 0 to infinity sin omega cos omega x by omega d omega. Important question ആണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കണം, ശ്രദ്ധിച്ചിരിക്കുക. യെസ്, സോ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൊറിയർ ഇൻറ്റഗ്രൽ ആണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്, എക്സ്പ്രസ് അല്ലെങ്കിൽ റെപ്രസെൻറ്റ്. ഇപ്പോൾ ഫൊറിയർ ഇൻറ്റഗ്രലിലേക്ക് കാണിക്കണമെങ്കിൽ f of x is equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. ഇതാണ് നമ്മുടെ ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് എ ഓഫ് ഒമേഗ ആദ്യം കണ്ടുപിടിക്കാം. എ ഓഫ് ഒമേഗയുടെ ഫോർമുല 1/π ഇൻറ്റഗ്രൽ -∞ to ∞ f of x into cos omega x dx. സോ ബി ഓഫ് ഒമേഗയുടെ ഫോർമുലയും കൂടെ എഴുതിയിട്ട് ചെയ്യാം. ബി ഓഫ് ഒമേഗയുടെ ഫോർമുല, അപ്പോൾ ഫോർമുലയെല്ലാം ആദ്യമേ അങ്ങോട്ട് എഴുതി വെക്കുക, അപ്പോൾ അതിൻ്റെ മാർഗ്ഗം ഇങ്ങോട്ട് കിട്ടും. -∞ to ∞ f of x into sin omega x dx. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസ് അങ്ങോട്ട് ആദ്യം എഴുതി വെക്കുക ഫൊറിയർ ഇൻറ്റഗ്രൽ ചോദിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിനകത്ത് എ ഓഫ് ഒമേഗ അങ്ങോട്ട് കണ്ടുപിടിക്കുക ആദ്യം. എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ്. നമുക്ക് -∞ to ∞ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ. കുറച്ചും കൂടെ എളുപ്പമുണ്ട്. കാരണം എന്താണ്, നമുക്ക് 1 മാത്രമേ ഉള്ളൂ ഉത്തരം. ഉത്തരം എവിടെയാണ്? mod x ലെസ് ദാൻ 1ലാണ്, അതായത് -1 ലെസ് ദാൻ x ലെസ് ദാൻ 1ൽ മാത്രമേ ഉത്തരവുള്ളൂ, ശരിയല്ലേ? mod x ലെസ് ദാൻ 1 ആണെങ്കിൽ -1 ലെസ് ദാൻ x ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് ഉത്തരം -1 മുതൽ 1 വരെയാണ്. അതർവൈസ് ബാക്കിയുള്ള എല്ലാ കണ്ടീഷനും -∞ മുതൽ 1 വരെയും 1 മുതൽ +∞ വരെയും 0 ആണ്. അപ്പോൾ mod x ലെസ് ദാൻ 1 ആയിട്ടുള്ള -1 to 1ൽ മാത്രമേ നമുക്ക് ഉത്തരവുള്ളൂ. ഉത്തരവാണെങ്കിൽ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിലോട്ട് 1 കൊടുക്കണം. 1 into cos omega x dx. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഓഡ് ഈവൻ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? -a to a f of x dx. Here f of x is cos x. Cos x is an even function.
if integral minus a to a f of x dx is equal to 2 into integral 0 to a f of x dx if f of x is an even function. Here cos is an even function, so the answer will become 2 into integral minus 1 to 1 എന്നുള്ളത് 0 to 1 ആവും cos omega x dx അല്ലേ. സോ 2 by pi into കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ ഓവർ ദ ലിമിറ്റ് 0 മുതൽ 1 വരെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by pi ഇൻറ്റു അപ്പർ ലിമിറ്റ് എക്സിൻ്റെ പ്ലേസിലോട്ട് 1 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ബൈ ഒമേഗ ലോവർ ലിമിറ്റ് എക്സിൻ്റെ പ്ലേസിലോട്ട് 0 കൊടുക്കുമ്പോൾ സൈൻ 0 0. സോ ദ ആൻസർ ഈസ് 2 by pi സൈൻ ഒമേഗ ബൈ ഒമേഗ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ബി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 by pi. ഉത്തരവുള്ളത് -1 മുതൽ 1 വരെ ഉള്ള ഉത്തരം 1. എഫ് ഓഫ് എക്സിന് 1 കൊടുക്കണം. സൈൻ ഒമേഗ എക്സ് ഡി എക്സ് നമുക്കറിയാം. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ആൻസർ വിൽ ബിക്കം 0. ബി ഓഫ് ഒമേഗ നേരിട്ട് എന്തായി? 0 ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതേ കൺസെപ്റ്റ് ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചതാണ്. ഇനി എ ഓഫ് ഒമേഗയുടെ പ്ലേസിലോട്ട് ഈ ഉത്തരം അങ്ങോട്ട് കൊടുക്കണം. ബി ഓഫ് ഒമേഗയുടെ പ്ലേസിലോട്ട് 0 കൊടുക്കണം. അപ്പോൾ എന്തായി? ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനായി. ആ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു ഡിഡക്ഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2 by pi സൈൻ ഒമേഗ ബൈ ഒമേഗ. അതിങ്ങോട്ട് കൊടുക്കണം. ബി ഓഫ് ഒമേഗയ്ക്ക് പകരം 0 കൊടുക്കണം. അത് കൊടുത്ത് കിട്ടുന്നതിനകത്തുനിന്ന് ആ ഒരു സംഗതി ഡെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മൾ എ ഓഫ് ഒമേഗയുടെയും ബി ഓഫ് ഒമേഗയുടെയും വാല്യൂ എഫ് ഓഫ് എക്സിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 2 by pi സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ 0 ആണ്. അപ്പോൾ പ്ലസ് 0 വരും. ഇത്രയും എന്താണ്? ഡി ഒമേഗ. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് സൈൻ ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ഡി ഒമേഗ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ 2 by piയിൽ π/2 ആയിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം 2 by pi ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 by pi ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ. ഓക്കെ, ഈ 2 by pi ഇങ്ങോട്ട് വരുമ്പോൾ π/2 ആവും. പൈ നേരെ ഇങ്ങോട്ട് വരും, 2 നേരെ താഴേക്ക് ഇറങ്ങും അല്ലേ. സോ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു പൈ നേരെ ഇങ്ങോട്ട് വരും, 2 നേരെ താഴെ വരും അല്ലേ. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. ശരിയാണല്ലോ, π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, നോക്കൂ. സോ ഇതാണ് നമ്മുടെക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സംഗതി. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ. സെയിം ആളെ തന്നെ കിട്ടിയിട്ടുണ്ട്, π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ഒരു ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനകത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. എന്താണ്? ഒരു ഇൻ്റഗ്രലിൻ്റെ ഉത്തരമായിട്ട് ഒരു എഫ് ഓഫ് എക്സ് എഴുതുമ്പോൾ ആ എഴുതാൻ പോകുന്ന എഫ് ഓഫ് എക്സിനകത്ത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഒന്നും വരരുത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സും കൂടെ കണ്ടുപിടിച്ച് പരിപൂർണമായ എഫ് ഓഫ് എക്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ശരിയല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. ഇവിടെ നമ്മൾ നോക്ക്, കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? 1നേക്കാൾ ചെറുതാകുമ്പോൾ ലെസ് ദാൻ 1ൽ ഒരു ഉത്തരം, ഗ്രേറ്റർ ദാൻ 1ൽ മറ്റൊരു ഉത്തരം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റിൽ 1ഉം റൈറ്റ് ലിമിറ്റും 0യും, ലെഫ്റ്റ് ലിമിറ്റിൽ 1ഉം റൈറ്റ് ലിമിറ്റിൽ 0യും ആണ് ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം ലെഫ്റ്റ് ലിമിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. അപ്പം ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റും കൂടെ കണ്ടുപിടിച്ചിട്ട് വേണം എഫ് ഓഫ് എക്സ് എഴുതാൻ. അപ്പോൾ അതൊന്ന് ചെയ്യാം നമുക്ക്. അറ്റ് എക്സ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാനുള്ള വഴി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് 1, റൈറ്റ് ലിമിറ്റ് 0/2, ആൻസർ 1/2 കിട്ടും. എക്സ് ഈക്വൽ ടു 1ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. ഇതും കൂടെ ചേർത്ത് വേണം ഫൈനലി ഈ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എഴുതാൻ. സോ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിലോട്ട് ഓൾറെഡി 1 ഉണ്ട്. ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് ഹാഫ്, മറന്നു പോരുത്, എക്സ് ഈക്വൽ ടു 1 ആൻഡ് 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഈ π/2 വേണമെങ്കിൽ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു π/2 എന്നുള്ളത് π/2. ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1, π/2 ഇൻറ്റു 1/2 π/4 വരും. ഇഫ്
എക്സ് ഈക്വൽ ടു 1, പൈ ബൈ 2 ഇൻറ്റു 0 എന്ന് പറയുന്ന 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ഫൈനൽ സൊല്യൂഷൻ. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഡി ഒമേഗ എന്ന് പറയുന്നത് പൈ ബൈ 2 ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1, പൈ ബൈ 4 ഇഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഫൊറിയർ ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായിട്ട് നമ്മൾ പ്രാധാന്യാർഹിതമായി പഠിക്കേണ്ട കാര്യങ്ങൾ. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിനെ കുറിച്ചും ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു.